അധിപജീവിതം 2011 അതിന് മുന്നേ ഹ്രസ്വചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 2011 പറയുമ്പോൾ 2010-11 മലയാളത്തിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സിനിമ വരുന്നത്. ചപ്പാക്കുരിശാണ് മലയാളത്തിലുണ്ടാകുന്നത് ആദ്യമായിട്ടുള്ള സമ്പൂർണ്ണ ഡിജിറ്റൽ സിനിമ എന്ന് പറയുന്നത്. തൊട്ടടുത്ത വർഷമാണ് നിങ്ങൾ അറിയാമല്ലോ, ഞങ്ങൾക്ക് തീരെ ചെറിയ ബജറ്റിൽ ഹ്രസ്വ സിനിമകൾ ചെയ്തിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അതുവരെ സെല്ലുലോയിഡ് സിനിമകളായിരുന്നു. ഫിലിമിൽ സിനിമയാക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിപ്ലവത്തിന് വേണ്ടി കാത്തു നിന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ഡിജിറ്റൽ കാലം വരും, അപ്പോഴേ സിനിമ അങ്ങനെ കാത്തിരുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അക്കൂട്ടത്തിലായിരുന്നു ഞങ്ങളൊക്കെ. ഇങ്ങനെ 2010-11 സിനിമ ചെയ്യണം. പിന്നെ സിനിമ പൂർണ്ണമായിട്ട് മാറി എന്നുള്ളതാണ്. പിന്നെ ഡിജിറ്റലിലേക്ക് മാത്രം സിനിമ മാറി എന്നുള്ളതാണ്. ഇതാണ് ആദ്യത്തെ സിനിമ. ഇപ്പോൾ അതിനൊന്ന് FFKയിലാണ് എൻ്റെ ആദ്യ സ്ക്രീനിങ്. അതിന് ശേഷം അതിനുള്ള ഇപ്പോൾ പറയുന്നത് വലിയ തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നൊരു സിനിമ ആയിരുന്നില്ല അതിമധ്യാന്തം. ഫെസ്റ്റിവൽ വലിയ പടങ്ങളിൽ 4 പടങ്ങൾ ചെയ്തിട്ടുണ്ട്, 5 പടങ്ങളായിരുന്നു. ഇപ്പോഴും ഇതിൽ ഗോഡ്സെ എന്ന് പറയുന്നൊരു സിനിമ മാത്രമാണ് തിയേറ്റർ റിലീസ് ഉണ്ടാവുക. കുഴപ്പമില്ലാത്ത തിയേറ്ററിൽ ഓടിയിട്ടുള്ളൊരു സിനിമയായിരുന്നു ഗോഡ്സെ എന്ന് പറഞ്ഞത്. ബാക്കിയുള്ളതൊക്കെ പ്യോർലി ഫെസ്റ്റിവൽ പടങ്ങളായിരുന്നു. ആദ്യ സിനിമ അതിമധ്യാന്തം, പിന്നെ ഗോഡ്സെ ചെയ്തു. കാക്കാകാക്കും എനിക്കും പ്രിയപ്പെട്ട സിനിമ തന്നെയാണ്. സിനിമ കണ്ട് വിലയിരുത്തവർക്കും പലർക്കും ഞാൻ ചെയ്തതിൽ അവരുടെ ഏറ്റവും നല്ല സിനിമയായിട്ട് അവർ പരിഗണിക്കുന്നത് ഈ കാക്കാകാക്ക തന്നെയാണ്. പിന്നെ അവനോപലോനായത് ഇപ്പോൾ ഏറ്റവും അവസാനം സമസ്ത ലോക, ടി-പത്മനാഭൻ്റെ കഥകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമസ്ത ലോക ചെയ്തു. ഇതാണ് ഫിലിമോഗ്രാഫി. പിന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ഫിലിംസ് അതിന് മുന്നേ നേരത്തെ പറഞ്ഞ 2011 മുന്നേയുള്ള കാലങ്ങളിൽ വർഷത്തിലൊന്ന് ഒരു ഷോർട്ട് ഫിലിം വെച്ച് ചെയ്തിട്ടുണ്ട്. 4 ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കടൽ തീരത്തൊക്കെ എന്തായാലും പഠനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഇപ്പോഴും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. സൂര്യകാന്തി ആയിരുന്നു ആദ്യ ഹ്രസ്വചിത്രം എന്ന് പറയുന്നത്. പിന്നെ ഒരു 1-2 ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ വർഷം ഒരു ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിമധ്യാന്തം ആദ്യ സിനിമ അവിടെ IFFK കോമ്പറ്റീഷനിലായിരുന്നു അതിമധ്യാന്തം സെലക്ട് ചെയ്തത്. കോമ്പറ്റീഷനിൽ 2 പടങ്ങളായിരുന്നു. ഒന്ന് അദാമിൻ്റെ മകൻ അപ്പു, ആ വർഷം നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള, നിരവധി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള അദാമിൻ്റെ മകൻ അപ്പു. രണ്ടാമത്തെ സിനിമ ഞങ്ങളുടെ കൊച്ചു സിനിമ, ആർക്കും അതുവരെ അറിയാതിരുന്ന ഒരു ചെറിയ സിനിമ അതിമധ്യാന്തം മത്സര വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അന്ന് ഈ പറയുന്ന രീതിയിൽ 12 സിനിമകളില്ല മലയാള സിനിമയിൽ. 6 മലയാള സിനിമ ടുഡേയിൽ 6 സിനിമയും 2 സിനിമകൾ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിലേക്കാണ് മലയാളത്തിൽ നിന്ന് പോവുക. അപ്പോൾ അത് തിരഞ്ഞെടുത്തതിന് ശേഷം ഉണ്ടായിരുന്ന ബഹളങ്ങൾ, ആരൊക്കെയോ പരാതി കൊടുക്കണം ഞങ്ങളെ സിനിമക്കെതിരായിട്ട്. ഞങ്ങൾ ആർക്കും അറിയാത്തൊരു ചെറിയ സിനിമ എങ്ങനെയാണ് അത്ര ഈ പറയുന്നത് വലിയ മറ്റുള്ള സിനിമകളുമായിട്ട് മത്സരിച്ചിട്ട് കോമ്പറ്റീഷനിലെത്തിയെന്നുള്ളത്, അത് വേറെ എന്തൊക്കെയോ ആരൊക്കെയോ അനർഹമായിട്ട് സിനിമ കാര്യതാണെന്നുള്ള രീതിയിലൊക്കെ പരാതി കൊടുക്കണം. ആ രീതിയിലുള്ള ഒടുവിൽ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നേരിട്ട് വന്നിട്ട് സിനിമ മേളയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്യണം. എല്ലാവരും ധരിച്ചത് അവരിത് കാണാതെയാണ് വിലയിരുത്തിയത്. പറയുന്ന രീതിയിൽ വലിയ സിനിമകളോട് ഒരു കൊച്ചു സിനിമയ്ക്ക് എങ്ങനെയാണ് മത്സരിക്കാൻ കഴിയുക എന്നൊക്കെയുള്ളത്. സിനിമ തീർന്നില്ല എന്നൊക്കെയാണ്. കാരണം അടുത്ത സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ തീരാത്ത സിനിമയ്ക്ക് എങ്ങനെയാണ് പറയുന്ന രീതിയിൽ സെലക്ഷൻ കിട്ടിയെന്നൊക്കെയുള്ളത് മന്ത്രി എന്നിട്ട് മേളയിൽ നിന്ന് പടം പുറത്താക്കി. സോയിട്ട് അതിന് ശേഷം അതിൻ്റെ സ്ക്രീനിങ് തിരുവനന്തപുരത്ത് നടന്നു. IFFKയിൽ പടമില്ലാത്തതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകരും ഈ ഫിലിം ക്രിറ്റിക്സും എല്ലാവരും കൂടിയിട്ട്, ഫിലിം സൊസൈറ്റി പ്രവർത്തകരൊക്കെ കൂടിയിട്ട് കലാഭവനിൽ ഇതിൻ്റെ ഒരു സ്ക്രീനിങ് സംഘടിപ്പിച്ചു. സ്ക്രീനിങ് കഴിഞ്ഞപ്പോൾ അന്ന് പത്രങ്ങളിൽ നിറഞ്ഞേക്കുന്നൊരു കാര്യമായിരുന്നു അതിമധ്യാന്തം സിനിമ മോശപ്പെട്ടൊരു സിനിമ എന്നുള്ള രീതിയിലാണ്. അനർഹമായിട്ടുള്ളൊരു സിനിമ മേളയിൽ കയറി അത് മേളയിൽ നിന്ന് പുറത്താക്കിയ മന്ത്രിക്കായിരുന്നു ആ സമയത്ത് വലിയ പിന്തുണ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സിനിമ ആരും കണ്ടില്ലല്ലോ, ആർക്കും അറിയില്ല, ഞങ്ങൾ ഇത് പുതിയ ആൾക്കാരില്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്രീനിങ് കഴിഞ്ഞപ്പോഴാണ് വളരെ സ്വാഭാവികമായിട്ടും ആ സ്ക്രീനിങ് കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് ആ സിനിമ കണ്ട ആൾക്കാരെല്ലാവരും അവിടെ ആ രീതിയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകുകയും വലിയ പ്രതിഷേധം എന്തിനാ ഈ സിനിമ മേളയിൽ നിന്നും പുറത്താക്കിയെന്നുള്ളത്. അതുവരെ അവരെല്ലാവരും വെച്ച് തീരെ മോശപ്പെട്ടൊരു സിനിമയാണ് ഇതെന്നുള്ളതാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ അത് ആ രീതിയിലുള്ള IFFK 16ാമത് IFFKയാണ്. ആ മേളയിൽ വലിയ കാരണം മന്ത്രിക്ക് അങ്ങനെ അവകാശമില്ല. കാരണം ജൂറി തിരഞ്ഞെടുത്ത ഒരു സിനിമയെ മേളയിൽ നിന്ന് പുറത്താക്കാൻ മറ്റാർക്കും ഇല്ല. ആ സെലക്ഷൻ കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്.
ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ഒരാളെ പോലും എനിക്കറിയുന്ന ആരും ഉണ്ടായിരുന്നില്ല എന്ന് മനോഹരമായിട്ട് ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ പോയിട്ട് സിനിമയുടെ സമാന്തര പ്രദർശനം കഴിഞ്ഞപ്പോൾ വലിയ വികാരം ഉണ്ടാവുകയും ചലച്ചിത്ര പ്രേമികൾ IFFK ഡെലിഗേറ്റ്സൊക്കെ ഇതിൻ്റെ പുറത്ത് വലിയ പ്രതിഷേധം ഉണ്ടാക്കുകയും ഈ മേള തുടങ്ങി തീരുന്നവരെയുള്ള എല്ലാ ദിവസങ്ങളിലും അവിടെ പ്രതിഷേധം ഞങ്ങളും പ്രതിഷേധിച്ചു. അവിടെ IFFK പ്രദർശിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല സിനിമ. മേളയിൽ നിന്ന് പുറത്താക്കി, ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ നിന്ന് പുറത്താക്കി. ഇപ്പോൾ അതിൻ്റെ സ്ക്രീനിങ് പോലും അവിടെ തരില്ല എന്നുള്ള രീതിയിലാണ് നിലപാട്. വലിയ പ്രതിഷേധം, എല്ലാ ദിവസവും വലിയ പ്രതിഷേധം. ഡെലിഗേറ്റ്സും ഞങ്ങൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ഡെലിഗേറ്റ്സും ആ സിനിമ മുന്നേ കണ്ടു കഴിഞ്ഞവരും എല്ലാവരും കൂടിയിട്ടുള്ള പറയുന്ന രീതിയിൽ വലിയ സമരങ്ങൾ അവിടെ ഉണ്ടായി. അതിൻ്റെ ഒടുവിൽ ഇവർക്ക് കാണിക്കേണ്ടി വന്നു ഒരു സ്ക്രീനിങ് മാത്രം. കോമ്പറ്റീഷനിലല്ല, പ്രത്യേകിച്ച് കാറ്റഗറിയിലൊന്നും പെടുത്തിയില്ല. ഇതിൻ്റെ ഒരു പ്രദർശനം മാത്രം അവിടെ നടന്നു. പ്രദർശനം നടന്നു കഴിഞ്ഞപ്പോൾ വളരെ സ്വഭാവമായിട്ട് അത് കണ്ട ആൾക്കാർ, അവിടുത്തെ ശ്രീപത്മനാഭനായിരുന്നു, വലിയ തിയേറ്ററായിരുന്നു. അത് കഴിഞ്ഞ് കണ്ടവർ മുഴുവൻ ആൾക്കാരും വീണ്ടും ഇതിൻ്റെ ഭാഗമാവുകയും സമരത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ഭാഗമാവുകയും ഇതൊക്കെ നടന്നു. അത് കഴിഞ്ഞ് ചെറിയ സമയം ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴാണ് നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ മലയാളത്തിൽ നിന്ന് ആ വർഷം ഒറ്റ സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം ഉണ്ടായിരുന്നുള്ളൂ. അത് അതിമധ്യാന്തത്തിനായിരുന്നു. സംവിധായകനുള്ള സ്പെഷ്യൽ മെൻഷനായിരുന്നു നാഷണൽ അവാർഡ്. അപ്പോൾ വളരെ സ്വാഭാവികമായിട്ടും ഇതിൽ അന്നവരെ സിനിമയ്ക്കെതിരായിട്ട് നിന്നവരെയും ഈ ചലച്ചിത്ര അക്കാദമിക്ക് വലുതായിട്ട് പ്രതിക്കൂട്ടിലാവുകയും ഒക്കെ ചെയ്തു. പിന്നെ അതേ സർക്കാരിന് തന്നെ അതേ അക്കാദമിക്ക് തന്നെ നവാഗത സംവിധായകനുള്ള സ്റ്റേറ്റ് അവാർഡ് തരേണ്ടിയും വന്നു ഇതേ സിനിമക്കൊന്നും. ഇതാണ് അതിമധ്യാന്തമായിട്ട് ബന്ധപ്പെടുന്നത്. തീർച്ചയായിട്ടും അതിമധ്യാന്തം അന്ന് വരെ ചെറിയ സിനിമകൾ മാത്രം എടുത്തിരുന്ന ഒരു ഞങ്ങളുടെ ചെറിയൊരു ടീമായിരുന്നു. വർഷങ്ങളോളം പറയുന്ന രീതിയിൽ ഒന്നിച്ചുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുടെ ഈ ആദ്യ ശ്രമം, വലിയ സിനിമ ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമിന് ആദ്യത്തെ ശ്രമം നടന്നു. അത് ആ രീതിയിലുള്ള അതിന് തുടർച്ചയുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ ടീമിന് തുടർച്ചയായി പടം ചെയ്യാൻ പറ്റിയെന്നല്ല, അതിനുശേഷം ആ രീതിയിലുള്ള ആ ജോനറിലുള്ള സിനിമകൾ കുറേ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പല സംവിധായകരും സുദേവനും സനൽകുമാറൊക്കെ അതിന് ശേഷമാണ് ഇതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ തുടർച്ചയായിട്ട് ചെയ്യുന്നത്. പലതിനും വലിയ വലിയ അംഗീകാരങ്ങൾ വിധു അതിനുശേഷം പടം ചെയ്തു. ഈ പറയുന്ന ഒരു സ്ട്രീമിൻ്റെ ഒരു ധാരയുടെ മലയാളം ഒരു മൂവ്മെൻറ്റിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കിംഗ് ഒരു മൂവ്മെൻറ്റിൻ്റെ പുതിയ മൂവ്മെൻറ്റിൻ്റെ തുടക്കമൊക്കെ അതുമായിട്ട് അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. അതിന് ശേഷമാണ് ഉണ്ടാകുന്നത്. പക്ഷേ അതിൻ്റെ ഭാഗമാകാൻ പറ്റിയിട്ടുള്ള സന്തോഷം അന്നും ഇന്നും ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് അതിമധ്യാന്തം അവിടെ തീർന്നൊരു സിനിമയല്ല. അതിമധ്യാന്തം അതിൻ്റെ പറയുന്ന രീതിയിലുള്ള അതിൻ്റെ മുന്നോട്ട് പോക്ക് വേറെ രീതിയിൽ പലരിലൂടെയായിട്ട് നടന്നു എന്നുള്ളതാണ്.